നമസ്കാരം, ഞാൻ ഷീജ നെടിയാക്ക്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് കണ്ണനയിലാണ് ഞാൻ എടുത്തേക്കുന്ന മീന്. എന്നാൽ നമുക്ക് എങ്ങനെ അത് കറി വെച്ച് രുചികരമായ രീതി എങ്ങനെ കറി വെക്കാമെന്ന് നോക്കാം. എന്നാൽ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് കിടക്കാം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് ഇഞ്ചി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ കുറച്ച് കൊച്ചുള്ളി ചേർത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കരിയാപ്പിലയുണ്ട്, ഒരു വടക്കംപുളിയുണ്ട്. നമുക്കിനി ചട്ടി വെക്കാം. നമുക്കൊന്ന് സ്റ്റൗ ഒന്ന് കത്തിക്കാം. നമ്മൾ മീനൊക്കെ വെളിച്ചെണ്ണയിലാണ് എടുക്കുന്നത്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 2-3 സ്പൂണ്, ഒരുപാട് വേണ്ട, എന്നാലും സ്പൂണ് വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം. നമുക്കൊന്ന് ചട്ടി ഒന്ന് കറക്കി വെക്കാം. ഒന്ന് ചട്ടിയിലൊക്കെ ഒന്ന് എണ്ണ പിടിക്കാൻ വേണ്ടിയിട്ട്, വെളിച്ചെണ്ണ ഒന്ന് മയമാകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് കറക്കി വെക്കാം. നമുക്ക് അല്പം കടുകിടാം. നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഒന്ന് കടുകിടാം. കടുക് നമുക്ക് കുറച്ച് ഇട്ടാൽ മതി. കടുക് ഒന്ന് പൊട്ടണം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് എല്ലാം പൊട്ടാതെ കിടക്കരുത്. കടുക് പൊട്ടാതെ കിടന്നാൽ അത് ചെറിയ കയർപ്പ് തോന്നിക്കും. എന്നാൽ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടേ നമ്മളിത് ബാക്കിയുള്ള ഇത് ഇടാവ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കടുകെല്ലാം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി ചതച്ച് ചേർക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. നമുക്ക് ഇഞ്ചി ചതച്ചത് ചേർക്കാം. നമ്മളതിനോട് കൊച്ചുള്ളി ചേർക്കാം. കൊച്ചുള്ളി ചേർക്കുന്നത് ടേസ്റ്റിന് വേണ്ടിയാണ്. കൊച്ചുള്ളി നല്ല തോനെയും ചേർത്താൽ നല്ലതായിരിക്കും. ഇത് എനിക്ക് 1/2 കിലോ കണ്ണനയില മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇനി ചെറുതായിട്ടൊന്ന് വാടി വരണം. ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വാടി വരണം. ചെറിയൊരു ബ്രൗൺ കളർ പോലെ വന്നാൽ മാത്രം മതി. നമുക്കതിനകത്തോട്ട് ഈ കരിയാപ്പിലയും കൂടെ ഇടാം. കരിയാപ്പിലയൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഒരു മണവും മീൻ കറിക്ക് അതിൻ്റെതായ മണവും ഒക്കെ വരും. എണ്ണയ്ക്കകത്താകുമ്പോൾ അത് എണ്ണയ്ക്കകത്ത് കിടന്നൊന്നും അതിൻ്റെ എണ്ണമയൊക്കെ പിടിക്കുമ്പോൾ അതിന് പ്രത്യേക രുചിയായിരിക്കും. ചിലർ ഇതിൻ്റെ കൂടെ തക്കാളി വായിട്ട് ചേർക്കുന്നവരുണ്ട്. തക്കാളിയൊക്കെ ചേർത്താൽ നല്ലതാണ്. ഇവിടെ അത്ര ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളകും ചേർക്കാം. അതൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിൻ്റെ ഒരു എരിവും അതിൻ്റെ ഒരു മണമൊക്കെ കിട്ടും. ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ബ്രൗൺ കളർ വേണ്ട, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം. അതിനകത്തോട്ട് നമുക്ക് ഈ പുളി അങ്ങോട്ട് ഇടാം. കുടംപുളി അങ്ങോട്ട് ഇടാം. ഈ പുളി ഈ എണ്ണയ്ക്കകത്തൊക്കെ എണ്ണയൊക്കെ ഒന്ന് പിടിക്കുമ്പോൾ നമ്മുടെ ആ മീൻ തന്നെ പ്രത്യേക രുചി ഉണ്ടാവും. 2 സ്പൂണ് മുളക് പൊടി എടുക്കാം. ഇത് ഇച്ചിരി കാശ്മീരിയും എരിവ് ഉള്ള മുളക് പൊടി രണ്ടും കൂടെ ചേർന്നതാണ്. 2 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഞാൻ. 1/4 സ്പൂണ് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അല്പം ഉലുവാപ്പൊടി, ഒരുപാട് ചേർക്കണ്ട. ഉലുവപ്പൊടി ചേർത്താൽ മീൻ കയർപ്പ് വരും, അതുകൊണ്ട് അല്പം മാത്രം ചേർത്താൽ മതി. പിന്നെ വേണമെങ്കിൽ ഇച്ചിരി മല്ലിപ്പൊടി ചേർക്കാം. ചില മല്ലിപ്പൊടി ചേർക്കാറില്ല. കാരണം ഞാനൊരു മീനൊരു കൊഴുപ്പിന് വേണ്ടിയിട്ട്, അതിൻ്റെ ചാറിനൊരു കൊഴുപ്പിന് വേണ്ടിയിട്ട് അല്പം മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർക്കാറുണ്ട്. ഇച്ചിരി എരിവൊക്കെ ഒന്ന് കുറയാനും ഇച്ചിരി മീനിൻ്റെ ചാറിന് ഇച്ചിരി ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ അല്പം ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടി ചേർക്കാറുണ്ട്. വേണമെങ്കിൽ ചേർത്താൽ മതി, വേണ്ടെങ്കിൽ ചേർക്കണ്ട. നമുക്ക് ഇങ്ങോട്ടിടാം. ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം ചേർക്കാൻ, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും. ഞാനിത് ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഞാൻ അത് ചേർക്കുവാണ്. ഞാൻ എന്നിട്ട് ചൂടുവെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ഇളക്കിയിട്ടുണ്ട്. കുറച്ച് വെള്ളം മതി നമുക്ക്. ഇനി ഒന്ന് നന്നായിട്ട് തിളയ്ക്കണം. നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിക്കാം. നന്നായിട്ട് ഈ അരപ്പൊന്ന് തിളയ്ക്കണം. ഇത്ര ഉപ്പ് ഇടുന്നുള്ളൂ. പിന്നീട് ഞാൻ ഉപ്പ് നോക്കിയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. കൂടുതലായാൽ പിന്നെ അത് നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാം. അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇപ്പോൾ ഇടുന്നുള്ളൂ. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ച് അരപ്പൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് ശേഷം നമുക്കൊന്ന് മീനിടാം. ഒന്ന് അടച്ച് വെക്കാം. നമുക്ക് അത് അരപ്പ് തിളച്ചോ നോക്കാം. നന്നായിട്ട് അരപ്പ് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഈ മീൻ ഇങ്ങോട്ട് പറക്കിയിടാം.
ഞാൻ രണ്ടായിട്ട് മുറിച്ചാണ് മീൻ ഇട്ടേക്കുന്നത്. ഇടത്തരം മീനാണിത്. നമുക്കിനി ഇതിൻ്റെ മേളിച്ച് കരിയാപ്പില ഇടാം. നമുക്ക് കുറച്ച് കരിയാപ്പില ഇടാം. അങ്ങനെ ഈ കരിയാപ്പില ഇടുമ്പോൾ ഈ കരിയാപ്പിലയുടെ മണമൊക്കെ ഈ മീനകത്തിന് വരാൻ വേണ്ടിയിട്ടാണ് അവസാനം ഒന്ന് നമ്മൾ കരിയാപ്പില ഇട്ടൊന്ന് അടച്ചു വെക്കുന്നത്. ഇനി ഒരു 10-15 മിനിറ്റ് ഇരുന്ന് നമ്മളിത് തിളച്ചൊന്ന് പറ്റട്ടെ. നമ്മൾ തിളച്ച് കഴിയുമ്പം ഇത് ഫ്ലെയിം ഒന്ന് സിമ്മിലിട്ട് ആ ചെറിയ തീ തന്നെ കിടന്ന് വേണം, ഫ്ലെയിമിൽ കിടന്ന് തന്നെ ഇത് വെന്ത് പറ്റി വരണം. നമുക്ക് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മീൻകറി എന്തുവായി നന്നായിട്ട് തിളച്ച് അത് പറ്റി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞിരിക്കുന്നുണ്ട്. ഇത് ഫുൾ എണ്ണ അങ്ങനെ വെന്ത് അത് തിളച്ച് നന്നായിട്ട് വെന്ത് അത് പറ്റി അതിൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞ് നിൽക്കുന്നു. ഇതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞ് വരണം മുകളിലോട്ട്. ഇനി നമുക്കിതൊന്ന് കറക്കി വെക്കാം. ഇനി നമ്മൾ തവിയിട്ട് ഇളക്കി ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു തുണിയോ എന്തെങ്കിലും ടവലോ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കറക്കി വെക്കുക ചെയ്യാവ്. നമ്മൾ ഒരിക്കലും ഇത് തവിയിട്ട് ഇളക്കി ചെയ്യരുത്. തവിയിട്ട് ഇളക്കിയാൽ പൊടിഞ്ഞു പോകും. ഇതൊന്നൊന്ന് അത് അതെല്ലാം ശരിയായിട്ടുണ്ട്. നമുക്കൊന്ന് അതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. കറക്റ്റാണ്, ഉപ്പും പുളിയും എല്ലാം കറക്റ്റായിട്ടുണ്ട്. നല്ല ഉപ്പും പുളിയുണ്ട്. ഇത് നാളെ ആകുമ്പോഴത്തേക്ക് പിറ്റേ ദിവസമാണ്. കുറേ നേരം ഇരുന്നെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉപ്പും പുളിയും എരിവും ഒക്കെ ഇതിനകത്ത് പിടിക്കത്തുള്ളൂ. ആ പിടിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. നമ്മൾ ഉടനെ എടുത്ത് കഴിക്കുന്നതിൽ ഇത് കുറേ നേരം കഴിഞ്ഞിട്ട് അത് ആറിയിട്ട് അതിൻ്റെ ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. എങ്ങനെ വേണമെങ്കിൽ എല്ലാ 2 ദിവസം വേണം ഇരുന്നോളും, അത്ര ദിവസം വേണമെങ്കിൽ ഇരുന്നോളൂ. അതായത് എന്നും തിളപ്പിച്ച് വെക്കണം. അതനുസരിച്ച് ഇനി ടേസ്റ്റ് കൂടുതലാണ്. ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.